ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മളുടെ ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. 940യുടെ ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ക്യാൻഡിലിൻ്റെ ഫിബോയും കൂടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് 0.6%. അതാണ് നിങ്ങൾ കാണുന്ന ഹൊറിസോണ്ടൽ ലൈൻ. അപ്പം ഇന്നെൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ്. ഒരു അപ്സൈഡ് മാർക്കറ്റ് റൺ ചെയ്യുന്നതാണ്. ഇപ്പം ആക്ച്വലി റെഡ് ക്യാൻഡിൽ, ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. എങ്കിൽ കൂടി അപ്പോൾ ഇവിടെ കുറച്ച് സെല്ലേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും, കുറേ പേര് സെല്ല് ചെയ്യും. അപ്പോൾ നമ്മൾ അവരുടെ സ്റ്റോപ്പ് ലോസിനെ ഹണ്ട് ചെയ്യാനാണ് നോക്കുന്നത്. ഇവിടെ വേറൊരു റീസൺ ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് CPRൻ്റെ സപ്പോർട്ടും കൂടെ നമുക്ക് ഈ ലെവലിൽ ഉണ്ട്. അപ്പം ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു പോയി നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യുകയോ ടച്ച് ചെയ്യുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ എൻട്രി എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ലൈനിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ലൈനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ട്രേഡ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഓക്കെ, നമ്മുടെ ലൈനിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ടച്ച് ചെയ്യുമ്പോൾ തന്നെ എടുക്കാം, പക്ഷെ അവിടെ നിന്ന് ഒരു റിജക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, ഏതായാലും നമുക്ക് നമ്മുടെ ട്രേഡിൽ എൻ്റർ ചെയ്തേക്കാം. ബാക്കി അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ ട്രേഡ് എടുത്തപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു റിജക്ഷനാണ് വരുന്നത്. നമ്മളുടെ അപ്പോൾ കുഴപ്പമില്ല, ചെറിയൊരു പ്രോഫിറ്റും കാണിക്കുന്നുണ്ട്. നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേളിലോട്ട് പോകുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് എവിടെയെങ്കിലും മാർക്കറ്റ് താഴെ വന്ന് വല്ല ക്ലോസും ചെയ്യുവാണെങ്കിൽ, ഈ ക്യാൻഡിൽ താഴത്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എക്സിറ്റ് ചെയ്യത്തില്ല. അടുത്ത വല്ല ക്യാൻഡിൽ താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്കറ്റിൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാതെ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPR വെച്ചാൽ ഇത് പ്രീവിയസ് ഡേ ഹൈ ആണ്. ഈ പ്രീവിയസ് ഡേ ഹൈയിൽ നമ്മൾ അത്രയും ടാർഗറ്റ് വയ്ക്കുന്നുണ്ടെങ്കിലും ഈ പ്രീവിയസ് ഡേ ഹൈയിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കണം. അവിടുന്ന് ഒരു റിജക്ഷനും ഉണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുവാണെങ്കിൽ 1:3 എന്ന് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ 78 പോയിൻറ്റ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിവോട്ടിൻ്റെ തൊട്ട് മേളിൽ, സെൻട്രൽ പിവോട്ടിൻ്റെ തൊട്ട് മേളിൽ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും കൂടെ പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് എഗനിസ്റ്റാണ് മാർക്കറ്റ് റൺ ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് എൻട്രി കിട്ടിയത് 427.26. അപ്പം 389 390 38 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 390. അപ്പോൾ ശരിയല്ലേ, 427.26 എൻട്രി കിട്ടി. 38 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ, കറക്റ്റാണ്. 389 390 ട്രിഗർ പ്രൈസും. അപ്പോൾ ഏതായാലും നമുക്കത് പ്ലേസ് ചെയ്തേക്കാം. ഞാൻ കുറച്ച് കൂടുതൽ പറയേണ്ടെന്ന് കമൻറ്റ് കണ്ട്, അതിപ്പോൾ മനഃപൂർവ്വം പറയണമല്ലോവേ, അങ്ങോട്ട് ക്ഷമിക്ക്. അത് ഈ ഫ്ലോയിൽ അങ്ങോട്ട് വന്നു പോകണമെന്നാണ്. അപ്പം ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിനെ ബേസ് ചെയ്തിരിക്കും നമ്മളെങ്ങനെ ട്രേഡ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യണമെന്ന്. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്രീവിയസ് ഡേ ഹൈയും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പ്രീവിയസ് ഡേ ഹൈയും കൂടെ ഏതായാലും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കൊണ്ടാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 3000+ പ്രോഫിറ്റും റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു 5000 വല്ലതും ബുക്ക് ചെയ്ത് ഇതിൽ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിച്ചാണ് ഞാൻ ട്രേഡിൽ എൻ്റർ ആയത്. അപ്പം നമ്മളുടെ ഒരു സ്ട്രാറ്റജി പ്രകാരം 3000 കാണിച്ചാൽ ഒരു 80% നമുക്ക് ടാർഗറ്റ് കാണിച്ചാൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങൾ. ഒന്ന്, പ്രീവിയസ് ഡേ ഹൈയെ ബ്രേക്ക് ചെയ്തപ്പോൾ ഒരുപാട് ബയേഴ്സ് അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ബയേഴ്സ് വരുവാണെങ്കിൽ മാർക്കറ്റ് ഒരു ഡിപ്പ് എടുത്ത് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കോസ്റ്റിൽ തന്നെ കൊണ്ട് വച്ചിട്ടുണ്ട്. കണ്ട, ഈ ഒരു പ്രീവിയസ് ഡേ ഹൈയിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് ഒരു ജസ്റ്റ് ഒരു താഴത്തോട്ടൊരു മൊമെൻറ്റം കാണിച്ചാൽ നമ്മളൊരു നല്ല ലോസിൽ കാണിക്കും. ഇപ്പോൾ മാർക്കറ്റ് വീണ്ടും കയറുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സിന് അല്ലെങ്കിൽ ബയേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാതെ വേണം മേലിലോട്ട് പോകാൻ. അല്ലെങ്കിൽ ഒരു ബയേഴ്സിനെ വിളിച്ചുകൊണ്ട് പയ്യനെ പോവുകയാണെങ്കിൽ അത് നമ്മളെ ഒരു ട്രാപ്പ് ആവാനാണ് സാധ്യത. ഏകദേശം നമ്മുടെ കോസ്റ്റിനടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഹിറ്റ് ചെയ്യാനാണ് ചാൻസ്. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഹിറ്റായിട്ടുണ്ട്. ട്രെയിൽഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ജസ്റ്റ് നമ്മളുടെ കോസ്റ്റിൽ തന്നെയാണ് എക്സിറ്റ് ചെയ്തത്. ഞാൻ ഇനി അടുത്ത വല്ല ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, അടുത്തൊരു ട്രേഡിൽ ഞാൻ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ട്. ടൈം ഇപ്പോൾ ഏതായാലും ഒരു ആഫ്റ്റർനൂണാണ്. ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. അപ്പോൾ ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ആ ഒരു ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ ഞാൻ ട്രേഡ് എടുത്തു. ഇപ്പം ഈ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ജസ്റ്റ് താഴെ ഞാൻ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യും. മാർക്കറ്റിന് അവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഏരിയ വന്നിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അത് എന്തുകൊണ്ടാണ് ആ ഒരു ക്യാൻഡലിൽ ട്രേഡ് എടുക്കാറുള്ളത്. ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ക്യാൻഡലിനെ മാർക്കറ്റ് നെക്സ്റ്റ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തപ്പോൾ ആ ഒരു എൻഗൾഫിങ് ക്യാൻഡിലിൻ്റെ ജസ്റ്റ് എൻഗൾഫ് ചെയ്ത ഉടനെ തന്നെ ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ഇപ്പം നമ്മളുടെ കോസ്റ്റിൽ തന്നെയാണ് ഏകദേശം റൺ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു സ്കാൽപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് എൻഗൾഫ് ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ. പക്ഷേ ഞാൻ അത്രയും ഫുള്ളി നമ്മൾ പറയുന്ന പോലെ ഒരു 100 പോയിൻറ്റ്സിന് വേണ്ടിയോ ഒന്നും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 100 പോയിൻറ്റ്സ് എന്ന് എനിക്ക് ഉറപ്പായിട്ടും കൺഫേമായിട്ടും എനിക്ക് തോന്നുന്നത് 100 പോയിൻറ്റ്സ് അല്ല, നെക്സ്റ്റ് R2 ലെവലിൽ വന്ന മാർക്കറ്റ് സ്ട്രൈക്ക് ചെയ്യുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ അത്രയും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാനൊരു 4000-ൻ്റെയോ 5000-ൻ്റെയോ വല്ല പ്രോഫിറ്റ് കാണിക്കുവാണെങ്കിൽ എക്സിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഈ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റമാണ്, ഹെവി ബുള്ളിഷ് മൊമെൻറ്റമാണ്. നമുക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പോലും അവസരം തരാതെയാണ് മാർക്കറ്റ് അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് മാനുവലി എക്സിറ്റ് ചെയ്യാം. ക്യാൻഡിലിൻ്റെ ക്ലോസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയും 1 മിനിറ്റും കൂടെ റിമൈനിങ് ഉണ്ട്. ഏതായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 ക്വസ്റ്റ്യൻസിനും കൂടെ ആൻസർ ചെയ്യാം. ഇന്നലെ ഒരു ആൾ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഏത് ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യണം, ഏതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് എങ്ങനെ കൺഫേം ചെയ്തു നിഫ്റ്റി എടുക്കാറില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 90% അല്ലെങ്കിൽ 98% ബാങ്ക് നിഫ്റ്റി തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു 10% വല്ലതും മാത്രമേ ഞാൻ അല്ലെങ്കിൽ ഒരു 1% 2% വല്ലതും മാത്രമേ ഞാൻ
നിഫ്റ്റിയിൽ വല്ലപ്പോഴും ട്രേഡ് ചെയ്യാറുള്ളൂ, നിങ്ങളും കാണുന്നതാണല്ലോ. അപ്പം അല്ലാതെ ഞാൻ ഒറ്റ ഇൻഡെക്സാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, അത് ബാങ്ക് നിഫ്റ്റിയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ മാസ്റ്റർ ഓഫ് വൺ ആവുക എന്നുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ്. അപ്പം എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടും എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടും ഞാൻ പഠിച്ചതുമൊക്കെ വെച്ചിട്ട് എനിക്ക് ബാങ്ക് നിഫ്റ്റിയാണ് കുറച്ചും കൂടെ ഈസിയെക്കാട്ടിലും കൂടുതൽ. ബാങ്ക് നിഫ്റ്റിയെ നമ്മൾ എപ്പോഴും ഒരു സാധനത്തെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലാവുമല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്ട്രൈക്ക് പ്രൈസ് എങ്ങനെ ചൂസ് ചെയ്യുന്നു? ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടിൽ റണ്ണിങ് 100 റുപ്പീസാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ 1000 രൂപ എന്നിരിക്കട്ടെ. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള റണ്ണിങ് പ്രൈസ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ 54,196 റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്യുന്നത് 100 പോയിൻറ്റ്സ് താഴത്തോട്ട് എന്ന് പറയുമ്പോൾ 54,100 ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണും. ഞാൻ ട്രേഡ് എടുത്ത 54,100. അപ്പോൾ നിങ്ങൾക്ക് 54,100 എടുക്കാം, അല്ലെ ഒന്നിലെ 100 പോയിൻറ്റ്സ് താഴത്തെടുക്കാം, 200 പോയിൻറ്റ്സ് താഴത്തെടുക്കാം, മാക്സിമം 300 പോയിൻറ്റ് വരെ താഴോട്ട് എടുക്കുക. കോളാണെങ്കിൽ താഴോട്ട് ഇപ്പോൾ റണ്ണിങ് പ്രൈസ് ഏതാണോ അതിൻ്റെ 100, 200, 300 താഴോട്ട് എടുത്ത് ആ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുക. ഇനി പുട്ടാണെങ്കിൽ മേലിലോട്ടുള്ള പ്ലസ് സെയിം ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് പ്ലസ് ആയിട്ടുള്ള ഏതെങ്കിലും 100, 200, 300 പ്ലസ് ഓർ മൈനസ് എടുത്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതിലാണ് കൂടുതലും മൊമെൻറ്റം കിട്ടാറുള്ളത്. പിന്നെന്താണ്, ഇതൊരു സില്ലി ക്വസ്റ്റ്യൻ ആണ്, ഇതിന് നിങ്ങൾ ആൻസർ ചെയ്യുന്നൊക്കെ പൊന്നു ബോസ്. ഇന്നലെ വേറൊരാൾ കമൻറ്റ് ചെയ്തു യു ആർ എ ലെജൻഡ് എന്നൊക്കെ പറഞ്ഞു. ഒരു ലെജൻഡും ഇല്ല, നമ്മളെല്ലാം ഒരു ബഡ്ഡിങ് ട്രേഡർ അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഒരു ലെജൻഡും ഇല്ല, ഇത് സില്ലി ക്വസ്റ്റ്യനും ഇല്ല. ഇങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളൊരു യൂട്യൂബറിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴേ ഒരു മെസ്സേജ് അയക്കുമ്പോൾ പുള്ളി റിപ്ലൈ പോലും നമ്മുടെ ഒരു ഇതിന് തരില്ലേ, എങ്ങനെയാണ് ആ പുള്ളി ആ ലൈൻ വരച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴേ. പക്ഷേ അപ്പോഴായിരുന്നു എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ പഠിച്ചു കഴിഞ്ഞ് എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ മെസ്സേജ് കമൻസിലൂടെ റിപ്ലൈ തരാം. ഇനി എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പറോ മെയിൽ ഐ ഡിയോ വല്ലതും തരുമോ എന്ന് ചോദിച്ചു. ഒരു സെക്കൻഡ്, ഫോൺ വല്ലതും തരുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ പക്ഷേ അതെ, എനിക്ക് തരാൻ എൻ്റെ നമ്പർ റിവീൽ ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ തരുന്നതുകൊണ്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതല്ല എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ. ഐ ഹാവ് അനദർ ബിസിനസ് ടു റൺ. സോ അവിടെ തന്നെ ഞാൻ ഒരുപാട് ബിസിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എഡിറ്റ് ചെയ്തൊക്കെ എത്തിക്കുന്നത്. സോ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ കമൻസിലിട്ടോളൂ, ഞാൻ കമൻറ്റ് റിപ്ലൈ ചെയ്തോളാം. പിന്നെ എൻ്റെ മെയിൽ ഐ ഡി അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ, ഞാൻ വേണമെങ്കിൽ മെയിൽ ഐ ഡി പിൻ ചെയ്യാം. ഓക്കെ, ഏകദേശം നമ്മളുടെ 4,000 റുപ്പീസിൻ്റെ അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്ന ട്രേഡേഴ്സ്. ഓക്കെ, ഞാൻ ഏതായാലും മാർക്കറ്റിൽ നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വളരെ ഗ്രീഡിനെസ് കാണിക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് വളരെ കൺഫേം ആയിട്ട് എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ഇനിയും മേലിലോട്ട് പോകും. നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു 10,000-ൻ്റെ അടുപ്പിച്ച് നമുക്ക് പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യായിരുന്നു. പക്ഷെ വേണ്ട, കൂടുതൽ ഗ്രീൻനെസ് കാണിച്ചിട്ട് കാര്യമില്ല. നമ്മളേതായാലും ഒരു 4,000 ആണ് ഞാൻ രാവിലെയും 4,000 അല്ലെങ്കിൽ 5,000 ആണ് ഞാൻ രാവിലെയും മനസ്സിൽ കണ്ടിരുന്നത്. സോ അതേതായാലും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും 2 ട്രേഡും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു ജസ്റ്റ് നമ്മുടെ 2 ട്രേഡുകൾ. താങ്ക് യു, ബൈ.